മാതൃഭൂമി അക്ഷരോത്സവ വേദിയിൽ ബഹുസ്വരതയുടെ സംഗീതം. ഈ വിഷയത്തിൽ പ്രഭാഷണം നടത്തിയ അബ്ദുൾ സമദ് സമദാനി പച്ചക്കറിയെ ഹിന്ദുവും ആടിനെ മുസ്ലിമും ആക്കുന്നു എന്നൊരു പരാമർശം നടത്തി. കൂടാതെ സ്വാമി വിവേകാനന്ദൻ സമാധിയായ ദിവസം ഉച്ചയ്ക്ക് പോലും ഗംഗയിലെ മീൻ കഴിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ഈ പ്രസ്താവന വായിച്ച ഓരോ ഹിന്ദുവിനും മനസ്സിൽ അതെന്താണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് എന്ന് ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ടാവും. പലരും പല രീതിയിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒരു പ്രതികരണം ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട ചിന്തകൾ പല ഹിന്ദുക്കളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാകും എന്നത് നിശ്ചയമാണ്. എന്തായാലും ഈ പ്രതികരണം എഴുതിയിരിക്കുന്നത് ലക്ഷ്മികാനാഥ് ആണ്. ലക്ഷ്മികാനാഥ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രശസ്തയാണ്. വളരെ ശക്തമായ പ്രതികരണത്തിലൂടെ പലപ്പോഴും ഹിന്ദുവിന് എതിരെയുള്ള പല വിഷയങ്ങളിലും വളരെ ശക്തമായ പ്രതികരണം നടത്തി ശ്രദ്ധേയാണ് ലക്ഷ്മികാനാഥ്. ലക്ഷ്മികാനാഥിൻ്റെ ആ വാക്കുകൾ ഞാൻ വായിക്കാം. ഞാൻ ഹിന്ദു, മത്സ്യവും മാംസവും പച്ചക്കറിയും കഴിക്കും, പക്ഷേ ആരും തുപ്പിയത് കഴിക്കില്ല. കുറേ വർഷങ്ങളായി പച്ചക്കറി ഭക്ഷണത്തോടാണ് കൂടുതൽ ഇഷ്ടം. അതിനാൽ സ്വയം മാംസവും മത്സ്യവും ഒക്കെ കുടുംബവുമായി പുറത്തു പോകുമ്പോൾ അപൂർവമായി മാത്രം കഴിക്കും എന്നാണ് ലക്ഷ്മി കുറിച്ചിരിക്കുന്നത്. പച്ചക്കറികളെ ഹിന്ദുവാക്കുന്നു, ആടിനെ മുസ്ലിമാക്കുന്നു എന്ന പ്രസ്താവന നടത്തി വർഗീയ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്ന സമദാനിക്ക് മത്സ്യവും മാംസവും കഴിക്കുന്ന ഹിന്ദുക്കൾ മറുപടി നൽകുക എന്നാണ് ലക്ഷ്മി കുറിച്ചിരിക്കുന്നത്. ഇവിടെ ഏത് ഹിന്ദുവാണ് മിസ്റ്റർ സമദാനി മറ്റുള്ളവരോട് പച്ചക്കറി മാത്രം കഴിക്കാൻ പറഞ്ഞത്? ബ്രാഹ്മണർ ഒഴികെയുള്ള ഹിന്ദുക്കളിൽ 90% മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്നവരാണ്. ഗോവധ നിരോധനമുള്ള സംസ്ഥാനങ്ങളിൽ പോലും പശു ഒഴികെ പോത്ത്, കാള, ആട്, മാടുകളെ ഭക്ഷണമാക്കുന്നതിന് നിരോധനമില്ല. ഇഷ്ടഭക്ഷണം കഴിക്കാൻ ഒരു ഭാരതീയനും വിലക്കില്ല. ഈ ഭാരതത്തിൽ പച്ചക്കറികളെ ഹിന്ദുവാക്കുന്നു, ആടിനെ മുസ്ലിമാക്കുന്നു എന്ന് പറയുന്ന സമദാനി പന്നിയെ പിന്നെ എന്താണ് ആക്കുന്നത് എന്നുകൂടെ പറ. കമലാദാസിനെ സുരയ്യാക്കുന്നു, ഇന്ത്യയെ മുറിച്ച് പാകിസ്ഥാൻ ആക്കുന്നു എന്ന് സമദാനിമാർ പറയാത്തത് എന്താണ് എന്ന് രാഷ്ട്രസ്നേഹമുള്ളവർ ചിന്തിക്കട്ടെ എന്ന് കുറിച്ചിട്ടാണ് ആ പോസ്റ്റ് അവസാനിച്ചിരിക്കുന്നത്. പലപ്പോഴും മാതൃഭൂമി അക്ഷരോത്സവം എന്നൊക്കെ പറയുമ്പോൾ അത് സാഹിത്യവുമായി ബന്ധപ്പെട്ട് വളരെ പരിപാവനമായി അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇതൊക്കെ ഒരു സർഗാത്മകത ഉള്ള സംഭവങ്ങളാണ് അക്ഷരോത്സവം അല്ലെങ്കിൽ സാഹിത്യം എന്നൊക്കെ പറയുന്നത്. അത്തരം വേദികളിൽ ഇങ്ങനെയുള്ള വർഗീയ പ്രസ്താവനകൾ നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു വഴക്കമല്ല എന്ന് തന്നെയാണ് സമദാനിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം പലരും പൊതുസമൂഹത്തിൽ വിലയിരുത്തൽ നടത്തിയത്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ അത് പറയുക, വേദി വിട്ടുപോവുക എന്നതിലുപരിയായി എന്തിനാണ് അവിടെ ഹിന്ദുവിനെയും വിവേകാനന്ദൻ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ അദ്ദേഹം സമാധിയാകുന്ന ദിവസം പോലും ഗംഗയിലെ മീൻ കൂട്ടിയാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ് സമദാനി പറഞ്ഞിരിക്കുന്നത്. പലരും നാച്ചുറലി ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട മറ്റൊരു ചോദ്യം. ഈ പ്രസ്താവനയ്ക്ക് താഴെ അദ്ദേഹം സമാധിയാവുന്ന ദിവസം അല്ലെങ്കിൽ അദ്ദേഹം അന്ന് ഭക്ഷണം കഴിക്കുന്ന ദിവസം താങ്കൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് സമദാനിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അതിന് വളരെ ശക്തമായ ഒരു മറുപടി തന്നെയാണ് ലക്ഷ്മികാനാഥ് തൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ മത്സ്യവും മാംസവും കഴിക്കും, പക്ഷേ മറ്റുള്ളവർ തുപ്പിയത് കഴിക്കില്ല എന്ന ശക്തമായ മറുപടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.